ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. എന്താ ശീല, ഒരു കേസെന്നും പറഞ്ഞ് രാത്രി മുഴുവൻ ഇരുന്ന് കുത്തിക്കുറിക്കായിരുന്നോ? ഇതിനി ആവശ്യമില്ലല്ലോ. ഗുഡ് മോർണിംഗ്. മോർണിംഗ്. ഞാൻ അടുത്ത മുറിയില്ല. എന്തെങ്കിലും ഒരു ആൺതുണിയോ ആൾത്തുണിയോ ആവശ്യിച്ചാൽ അടുത്ത് തന്നെ ഉണ്ടേ. നാടെവിടെയാണാവോ? അച്ഛന്റെ നാടൊന്ന്, അമ്മയുടെ നാടൊന്ന്, ഞാൻ ജനിച്ച നാട് വേറൊന്ന്. ഉവ്വോ, വളരെ സീരിയസ് നേച്ചറാണെന്ന് തോന്നുന്നു. ഞാൻ നേരെ മറിച്ച. എന്നാൽ പിന്നെ കാണാം. കുറ്റിയിട്ടുള്ളൂ കേട്ടോ. ആരാ ശീലേ? വേറെ ആരാ? ആ നമ്പൂരി. എവിടെ? അടുത്ത റൂമിലാണ് താമസം പോലും. അയ്യോ, എനിക്കൊന്ന് കാണുന്നു. ഓ, എന്തോന്ന് കാണാനിരിക്കുന്ന? നിനക്കറിയില്ല, വലിയ പേരെടുത്ത വക്കീല. എന്തായാലും എന്താ, ഒരു നാണമില്ലാത്തവനാ. അതെന്താ? എന്തെങ്കിലും അയാളുടെ മുഖത്ത് നോക്കി തറപ്പിച്ച് പറയാന്ന് വെച്ചാ മുഖത്ത് മീശയില്ല, ദേഹത്ത് തുണിയില്ല. എന്തുവാ നീ പറയുന്നത്? ആന്നേ, ഇത്രയുള്ള കച്ചത്തോർത്ത് കൊടുത്തോണ്ടാ വന്ന് നിക്കുന്നേ. അയ്യോ ഷീലേ, നീ മുമ്പ് കണ്ട കേസ് പോലല്ല. ഹി ഈസ് എ വെരി ഷൂട്ട് ഫെല്ലോ. ചുമ്മാ ഇരി റസീന. എന്റെ കയ്യിലുള്ള ബോംബൊന്നും അയാളയിലില്ല. അയാൾ ആദ്യമായിട്ട് തോക്കാൻ പോവാ. ആ, നമുക്ക് വേഗം റെഡിയാവാം. ഇന്ന് ബാലഗോപാലിന്റെ ഭാര്യ വിസരിക്കുന്ന ദിവസം അയാളുടെ വീട്ടിൽ വെച്ച്. എന്താ അങ്ങനെ? നിയമപരമായി ബാലഗോപാലിന്റെ ഭാര്യയ്ക്ക് അംഗവൈകല്യമുണ്ട്, നടക്കാൻ പറ്റില്ല. സാമ്പത്തികമായി അദ്ദേഹം ഉയർന്ന നിലയിലാണ്. സാമൂഹ്യപരമായി ജനസമ്മതനായ ഒരു പൗരനും. പിന്നെ കോടതി അയാളുടെ വീട്ടിലേക്ക് ചെന്നല്ലേ പറ്റൂ. വിവാഹം കഴിഞ്ഞ് എത്ര വർഷങ്ങൾക്കുള്ളിലാ നിങ്ങൾക്ക് ഈ വീൽ ചെയറിനെ ആശ്രയിക്കേണ്ടി വന്നത്? 2 വർഷങ്ങൾക്കുള്ളിൽ. ഒരു ഭാര്യ എന്ന നിലയിൽ ഭർത്താവിന്റെ എല്ലാ ആഗ്രഹങ്ങളും നിറവേറ്റാൻ സാധിക്കാതെ വന്നു എന്നുള്ളത് നിങ്ങളുടെ ബന്ധത്തിന്റെ ഭദ്രതയെ തകർത്തിട്ടുണ്ടോ? എനിക്ക് തോന്നിയിട്ടില്ല. ഭർത്താവിന്റെ സ്വഭാവത്തെ പറ്റി നിങ്ങളുടെ അഭിപ്രായം എന്താണ്? ഒരു സ്ത്രീക്ക് ജീവിതത്തിൽ കിട്ടാവുന്ന ഏറ്റവും നല്ല ഭർത്താവാണ് അദ്ദേഹം. നിങ്ങളുടെ ഭർത്താവിന് മരിച്ചുപോയ വത്സലയുമായി അനാശാസ്യ ബന്ധമുണ്ടായിരുന്നെന്ന് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ? ഇല്ല. ബഷീറിന്റെ മൊഴിയിൽ നിങ്ങളുടെ ഭർത്താവ് വത്സലയെ കടന്നു പിടിച്ചതായി അവൾ തന്നെ ബഷീറിനോട് പറഞ്ഞതായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിനെക്കുറിച്ച് എന്തെങ്കിലും പറയാനുണ്ടോ? മൗനം പാലിക്കുന്നത് കോടതിയിലെ മര്യാദയല്ല. വിവാഹം കഴിഞ്ഞ് 2 വർഷങ്ങൾക്കുള്ളിൽ ശരീരത്തിന്റെ പ്രവർത്തനക്ഷമത നഷ്ടപ്പെട്ട ഭാര്യയാണ് നിങ്ങൾ. നിങ്ങളുടെ ഭർത്താവ് ഒരു ആരോഗ്യവാനും. ഈ ചുറ്റുപാടിൽ നിങ്ങളുടെ ഭർത്താവിന് മറ്റു സ്ത്രീകളോട് താല്പര്യം തോന്നാറുണ്ട്, അല്ലെങ്കിൽ തോന്നിയിട്ടുണ്ടെന്ന് നിങ്ങൾ സമ്മതിക്കുന്നുണ്ടോ? ഒബ്ജക്ഷൻ യുവർ ഓണർ. യെസ്. ഈ ചോദ്യം അപ്രസക്തവും വ്യക്തിപരമായ ചിത്രവധവുമാണ്. വിവാഹം കഴിഞ്ഞാൽ തന്റെ ഭർത്താവാണ് ഈ ലോകത്തിലെ ഏറ്റവും നല്ല പുരുഷനെന്ന് ഭാര്യയും, തന്റെ ഭാര്യയ്ക്കപ്പുറം ആദർശവതിയായ ഒരു സ്ത്രീ ഭൂമിയിൽ നിന്ന് ഭർത്താവും വിശ്വസിക്കുന്നത് ഈ വിവാഹമെന്ന് പറയുന്ന ഇൻസ്റ്റിറ്റ്യൂഷന്റെ മാന്യതയ്ക്ക് വേണ്ടിയിട്ടാണ്. ഇപ്പോ 5 അടി ഉയരമുള്ള ഭർത്താവുള്ള ഒരു സ്ത്രീക്ക് 6 അടി ഉയരമുള്ള പുരുഷനെ കണ്ടാൽ ലേശം താല്പര്യം തോന്നാം. കറുത്ത തടിച്ച ഭാര്യയുള്ള ഒരു ഭർത്താവിന് വെളുത്ത മെലിഞ്ഞ പെൺകുട്ടിയോടും ലേശം ആവാം താല്പര്യേ. അപ്പൊ ഞാൻ എന്താ പറയുന്നതെന്ന് വെച്ചാൽ, ഭർത്താവിന് പരസ്ത്രീകളോട് താല്പര്യം തോന്നുന്നതിന് ഭാര്യയുടെ അംഗവൈകല്യം എന്ന് പറയുന്നത് ഒരു പ്രശ്നമല്ല. ഏതൊരു പുരുഷനും ഏതൊരു സ്ത്രീയോടും എപ്പോഴാണെങ്കിലും താല്പര്യം ഉണ്ടാവാം. പക്ഷെ ആ താല്പര്യം അനർഹമായ അവസരത്തിൽ പുറത്തു പറയാതിരിക്കുന്നതാണ് ബുദ്ധി. ഫോർ എക്സാമ്പിൾ, എനിക്കെതിരെ വാദിക്കാൻ വന്ന അഡ്വക്കേറ്റ് ആയിട്ട് കൂടി എനിക്കവരെ ആദ്യം കണ്ടപ്പോഴേ ലേശം താല്പര്യം തോന്നി. ആ താല്പര്യം ഇപ്പോഴും ഉണ്ട് തന്നെ. പക്ഷെ ഞാനിതിപ്പോ ഇവിടെ പറയാൻ പാടില്ല, പറഞ്ഞാൽ തന്നെ അതിനൊട്ട് ഇപ്പൊ പ്രസക്തിയില്ല.
അങ്ങനൊരു താല്പര്യം അവരോട് എനിക്ക് തോന്നിയെന്നുള്ളതുകൊണ്ട് ഇപ്പോ എന്നെപ്പറ്റി അങ്ങനൊരു മോശം അഭിപ്രായം ഇല്ല. യുവർ ഓണർ, ലേശം വെള്ളം എനിക്ക് മാത്രമല്ല എല്ലാവർക്കും. ഈ point ഒന്ന് നോക്കി. ഇനി വല്ലതും വേണോ? ആ വേണം. ദേ അപ്പുറത്തെ മുറിയിലിരിക്കുന്ന ആ മനുഷ്യനോടെ ഒന്ന് വായടച്ചിരിക്കാൻ പറയണം. ഒന്ന് ഉറങ്ങി കിട്ടിയിരുന്നെങ്കിൽ വായിൽ പ്ലാസ്റ്റർ ഒട്ടിച്ചിട്ട് വരായിരുന്നു. അല്ലാവരും നിവർത്തിയില്ല. അമ്മേ മൂകാംബികേ, ഫാരിബൽ 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 ഫോമിലാണല്ലോ സാറും അപ്പുറത്തെ മുറിയിൽ അവര് വാദിക്കാൻ അതേ കേസ് വാദിക്കാൻ വന്നില്ലേ? അയ്യോ സാറേ, അവർ രണ്ടും കൂടെ ഇത്രയുള്ള ബുക്കിന്റെ പുറത്ത് ഒരു കമന്ന് കിടക്കുകയാണ്. സാറിങ്ങനെ വെള്ളം അടിച്ചോണ്ടിരുന്ന നാളെ കോടതി പോയി എന്ത് പറയും? അതൊക്കെ കോടതി ചെല്ലുമ്പോ അറിയാണ്ട് സരസ്വതി നാൾ വരും. ഇവര് ഈ സ്ത്രീകളാവുമ്പോ ലേശം കാണാതെ പഠിക്കേണ്ടി വരും. പക്ഷെ പഠിച്ചിട്ടും കഥയില്ലെന്നുള്ളതാ. എന്താച്ചാ ഈ ഇന്ത്യയുടെ തലസ്ഥാനം ഏതെന്ന് ആരെങ്കിലും ചോദിച്ചാൽ ഡൽഹി ആണെന്ന് മനസ്സിലറിഞ്ഞിട്ട് യാതൊരു വിശേഷവും ഇല്ല. അത് ചോദിക്കുന്ന സമയത്ത് നാവിൽ അങ്ങോട്ട് വരണം. അത് ലേശം ബുദ്ധിമുട്ടാ. നീ പോയിട്ട് അവരോട് രാത്രി ഇത്ര അധികം ഒന്നും ഉറക്കളയ്ക്കണ്ടെന്ന് പറയൂ. അസൽ മോഹ രണ്ടിന്റെയും നീ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ചുമ്മാ ഇരി സാറേ. ഹൗ ബ്യൂട്ടിഫുൾ അല്ലേ? ഞാൻ ഓർക്കായിരുന്നു റസീനെ, ഈ കടൽ കഥ പറയാൻ തുടങ്ങിയ എത്ര കാലത്തെ കഥ പറയാനുണ്ടാവും? അസലായി. ശല്യം. കടല് കഥ പറയാൻ തുടങ്ങിയാൽ എത്ര പേരുടെ മാന്യതയാവും വെള്ളത്തിൽ പോവാ. എത്ര പേരാവും ഈ കടപ്പുറത്തിരുന്ന് പ്രേമിച്ചിട്ടുണ്ടാകുക, ജീവിതം സ്വപ്നം കണ്ടിട്ടുണ്ടാകുക, ഒടുവിൽ വേറെ ആൾക്കാരെ കല്യാണം കഴിച്ച്. അപ്പൊ ഈ കടലിന് ജാസ്തി പറയാനുണ്ടാകുക വഞ്ചനയുടെ കഥയാവും. വിരോധം ഇല്ലെങ്കിൽ ഞാനൊരു ഫോട്ടോ ഒന്ന് ക്ലിക്ക് ചെയ്തോട്ടെ? തെറ്റിദ്ധാരണ വേണ്ട. കടലിന്റെ എടുത്തു, പറക്കുന്ന പക്ഷികളുടെ എടുത്തു. ഈ ക്യാമറയ്ക്ക് സൗന്ദര്യമുള്ള വസ്തുക്കളോടൊരു പ്രത്യേക ഹര. ലേശമൊന്നും അങ്ങോട്ട് ചേർന്ന് നിൽക്കാൻ നിങ്ങൾ തമ്മിൽ വിരോധമൊന്നുമില്ലല്ലോ? ആ, നിങ്ങളുടെ ആ സാരിയുടെ ഡിസൈൻ കസറിയിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഈ സാരിക്ക് എന്താ കുഴപ്പം? ചന്ദനത്തിന്റെ നിറമല്ലേ അത്, അതിനെന്താ കുറവുണ്ടാകുക? സ്മൈൽ പ്ലീസ്. താങ്ക് യു. എന്തുകൊണ്ട് എന്റെ തനിച്ചുള്ളൊരു ഫോട്ടോ നിങ്ങൾ എടുക്കുന്നില്ല? അങ്ങനൊരു താല്പര്യം ഈ ക്യാമറയ്ക്ക് ഇല്ലെന്ന് ധരിച്ചോളൂ. പക്ഷെ എനിക്കുണ്ട്. എല്ലാ കാര്യത്തിലും എപ്പോഴും ഒറ്റയ്ക്ക് നിൽക്കുന്നതാണ് എനിക്കിഷ്ടം. ഓ, അതൊരു നല്ല ചിന്താഗതി കേട്ടോ. എന്നാൽ എങ്ങനെയാച്ചാ നിന്നോളൂ, എടുക്കാം. ആ എടുത്തോളൂ. ഇത് കോടതിയാണെന്ന ധാരണ വേണ്ട. ലേശം ശരിയൊക്കെ ആവാം, അസലായിരിക്കും. എനിക്ക് ഇത്രേ പറ്റൂ. ഓ, നിങ്ങളുടെ മൂക്കിന്റെ ഷേപ്പ് ഉണ്ടല്ലോ. എന്താ ആലോചിക്കുന്നത്? പെട്ടെന്ന് മനസ്സിൽ തോന്നിയ ഒരു കുസൃതിയെ പറ്റി ആലോചിക്കായിരുന്നു. എന്റെ ഈ വേഷത്തിൽ നിങ്ങൾ ഈ ക്യാമറയ്ക്ക് മുന്നിൽ നിന്നാലുള്ള ഒരു ശീല കള്ളിയ. അങ്ങേരെ കണ്ടുവിടുന്ന് പറഞ്ഞിട്ട് നിനക്കുള്ളിൽ ഇഷ്ടമാണെന്ന് ആര് പറഞ്ഞു? അല്ലെങ്കിൽ പിന്നെ എന്തിനാ ഒറ്റയ്ക്ക് പോസ് ചെയ്ത്? ഞാൻ അയാളുടെ മനസ്സൊന്ന് ഇളക്കാൻ പറഞ്ഞതാ. എന്റെ ഫോട്ടോയിൽ നോക്കി കുറെ മനപ്പായസം കുടിക്കട്ടെ. ആളൊരു ശൃംഗാരപ്രിയനാണല്ലോ, കേസിലുള്ള ശ്രദ്ധയും കുറയും. അയാൾ മുയലും നമ്മൾ ആമയുമാ. ഇന്നത്തെ ലോകം ആമയ്ക്കുള്ളതാ റസീന. എത്ര നാളായി ബഷീർ മിസ്റ്റർ ബാലഗോപാലിന്റെ ഡ്രൈവറായിട്ട്? 10 വയസ്സ് മുതൽ ഞാൻ അദ്ദേഹത്തോടൊപ്പമാണ്. ലൈസൻസ് കിട്ടിയ മുതൽ ഞാൻ അദ്ദേഹത്തിന്റെ ഡ്രൈവറുമാണ്. ഒരു ഡ്രൈവർ എന്ന നിലയിൽ നിങ്ങൾക്ക് നിങ്ങളുടെ സാറിനെ പറ്റി എന്താണ് അഭിപ്രായം? നല്ല അഭിപ്രായമുണ്ട്, ചീത്ത അഭിപ്രായമുണ്ട്. ഒന്ന് വിശദീകരിക്കാമോ? രാവിലെ പൂജാമറിയിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ എന്റെ മുതലാളി നല്ലവനാണ്. എന്നാൽ വൈകിട്ട് കൂട്ടുകാരത്ത് കൂടിക്കഴിഞ്ഞാൽ എന്റെ മുതലാളി ചീത്തയാണ്. മദ്യപാനമല്ലാതെ നിങ്ങളുടെ സാറിന് പരസ്ത്രീകളുമായി ബന്ധമുണ്ടായിരുന്നതായി ബഷീറിന് തോന്നിയിട്ടുണ്ടോ?
കൂട്ടുകാരുമൊത്ത് മദ്യവെച്ചിരുന്ന അവസരങ്ങളിൽ ചിലപ്പോഴൊക്കെ സ്ത്രീകളെ ആ മുറിയിൽ കൊണ്ടുവരാറുണ്ട്. ഒരു ഡ്രൈവർ എന്ന നിലയിൽ ഇത്തരം സ്ത്രീകളെ കൊണ്ടുവരുന്നതിലേക്ക് ബഷീർ കാർ ഉപയോഗിച്ചിട്ടുണ്ടോ? ഒബ്ജക്ഷൻ. എന്റെ കക്ഷിയെ മനഃപൂർവ്വമായി കരിവാരിത്തേക്കാനുള്ള ശ്രമമായിട്ടല്ലാതെ ഈ ചോദ്യത്തിന് യാതൊരു പ്രസക്തിയില്ല. പ്രോസിക്യൂഷൻ പ്രസ്താവിക്കുന്ന പോലെ എന്റെ കക്ഷിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു സ്ത്രീകളും ഇവിടെ ഇല്ലാത്ത ചുറ്റുപാടിൽ ഈ ചോദ്യം ഒഴിവാക്കേണ്ടതാണ്. ഒബ്ജക്ഷൻ യുവർ ഓണർ. ഈ കേസിന് ആസ്പദമായ ചില സത്യസന്ധമായ തെളിവുകൾ പുറത്തു കൊണ്ടുവരുന്നതിലേക്ക് ഈ സാക്ഷിയെ കുറച്ചുകൂടി വിസ്തരിക്കാൻ എനിക്ക് അനുവാദം തരണം. എന്നെ ആദ്യമായി എവിടെ വെച്ചാണ് കണ്ടതെന്ന് ബഷീറിന് ഓർമ്മയുണ്ടോ? ഉണ്ട്, പത്തനംതിട്ട ടിവിയിൽ വെച്ച്. ഞാൻ ഇവിടെ എങ്ങനെ വന്നു എന്നറിയാമോ? നിങ്ങൾ വന്നതല്ല, ഞാൻ നിങ്ങൾ താമസിച്ചിരുന്ന ഹോസ്റ്റലിൽ നിന്ന് കാറിൽ കൊണ്ടുവന്നാണ്. ആര് പറഞ്ഞിട്ടാണ് നിങ്ങൾ കൊണ്ടുവന്നത്? എന്റെ സാറ് പറഞ്ഞിട്ട്. നാം തമ്മിലുള്ള കൂടിക്കാഴ്ചയെ പറ്റി കൂടുതൽ എന്തെങ്കിലും പറയാനുണ്ടോ? ഉണ്ട്. ടിവിയിലേക്ക് പോകുമ്പോൾ കാറിൽ വെച്ച് നിങ്ങൾ സാറിന്റെ സ്വഭാവത്തെ പറ്റി ചോദിച്ചു. സാറിന് പരിചയമുള്ള ഒരു കമ്പനിയിൽ ജോലിക്ക് അപേക്ഷ അയച്ചിരിക്കുകയാണെന്നും സാറിന്റെ ശുപാർശക്കത്തിന് വേണ്ടിയാണ് പോകുന്നതെന്നും പറഞ്ഞു. മുറിക്കകത്ത് പോയ നിങ്ങൾ 1 മണിക്കൂറിന് ശേഷമാണ് തിരിച്ചു വന്നത്. ഒരുപാട് കരഞ്ഞതുപോലെ നിങ്ങളുടെ കൺപോളുകൾ വീർത്തിരുന്നു. മടക്കയാത്രയിൽ കാറിൽ വെച്ച് നിങ്ങൾ ഒരുപാട് കരഞ്ഞു. ഞാൻ കാരണം ചോദിച്ചപ്പോ ഒരു ജോലി കിട്ടിയേക്കും, പക്ഷെ എന്റെ ജീവിതം പോയി എന്ന് നിങ്ങൾ എന്നോട് പറഞ്ഞതായി എനിക്ക് ഓർമ്മയുണ്ട്. യുവർ ഓണർ, വ്യക്തിപരമായ ജീവിതാനുഭവം കോടതിയുടെ മുമ്പാകെ സാധ്യതയുള്ള ഒരു തെളിവല്ല എന്നെനിക്കറിയാം. എങ്കിലും ഒരു സ്ത്രീയും ഒരിക്കലും തുറന്നു പറയാൻ ആഗ്രഹിക്കാത്ത ഈ യാഥാർത്ഥ്യം അവിവാഹിതയായ ഞാൻ കോടതിയുടെ മുമ്പാകെ പറഞ്ഞത് എന്നെയോ വത്സലയോ പോലുള്ള നിരപരാധികൾ ഇനിയും ശിക്ഷിക്കപ്പെടാതിരിക്കാൻ വേണ്ടിയാണ്. ഈ കേസിലെ സാഹചര്യ തെളിവുകൾ നിസ്സംശയം വ്യക്തമാക്കുന്നത് മിസ്റ്റർ ബാലഗോപാലൻ ഒരു അസന്മാർഗിയും സ്ത്രീലമ്പടനുമാണെന്നാണ്. നിരപരാധിയായ വത്സല എന്ന സാധു പെൺകുട്ടിയുടെ ജീവിതം തന്റെ വിഷയാസക്തിക്ക് വേണ്ടി അവളുടെ കുരുന്ന വയസ്സിലെ ഹോമിച്ച ഈ കുറ്റവാളിക്ക് കോടതിക്ക് നൽകാവുന്ന ഏറ്റവും കഠിനമായ ശിക്ഷ നൽകണമെന്ന് ഞാൻ അപേക്ഷിക്കുന്നു. ദാറ്റ്സ് ഓൾ യുവർ ഓണർ. ഒബ്ജക്ഷൻ. This court is adjourned. ഇല്ല, ഞാനിനി വാദിക്കണില്ല. നാട് മുഴുവൻ നടന്ന് പെണ്ണുപിടിക്കുകയും ചെയ്യും. ചോദിച്ചാലോട് സത്യം പറയുകയില്ല. നിങ്ങൾ എന്തുകൊണ്ട് ഇക്കാര്യം എന്നോട് ഇതുവരെ പറഞ്ഞില്ല? ഇല്ല, എന്നെ പഠിച്ച് കിട്ടില്ല. അല്ലാതെ പറയണ്ടെന്ന് എന്നോട് പറഞ്ഞിരുന്നു. കണ്ടില്ലേ? അല്ല, എന്താ നിങ്ങളുടെ ഉദ്ദേശം? കോടതി എന്നെ വിട്ടിയാക്കാനാ? ഞാൻ ഈ കേസ് വാദിക്കണില്ല. തിരുമേനി സംസാരിക്കണ്ട. അല്ല, ഞാൻ നിങ്ങൾ വിട്ടോ, ഇത് ഞാൻ പറഞ്ഞ് നേരെ ആയിക്കോളാം. അല്ലാതെ ഈ പൊയ്ക്കോന്ന്, ഇത് മറ്റേയുള്ള ആർത്തിയാ. തിരുമേനി നമ്മുടെ ആളല്ലേ? അത് പറഞ്ഞിട്ട് കാര്യമില്ല. നിങ്ങൾ രണ്ടാളും കുറ്റവാളികളല്ല എന്ന് പറഞ്ഞ സ്ഥിതിക്ക് കുറ്റവാളികളല്ലാത്തൊരു ചുറ്റുപാടിൽ മാത്രമേ എനിക്ക് നിങ്ങളോടൊപ്പം നിൽക്കാൻ പറ്റുള്ളൂ. അങ്ങനൊന്നും അസത്യം പറഞ്ഞ് കോടതി ജയിക്കാൻ പാടില്ല. അത് ശരിയല്ല. ആട്ടെ, ഈ പ്രോസിക്യൂട്ടറായിട്ട് ബാലന് ബന്ധം ഉണ്ടായിരുന്നു എന്ന് പറയണത് അത് ശരിയാണോ? ശരിയാണോന്ന് ചോദിച്ചാൽ ശരിയല്ലെന്ന് പറയാൻ പറ്റില്ല. അവർ പലരുമായിട്ടും ബന്ധമുണ്ടെന്ന് വെച്ചു. കക്ഷിയപ്പത്ര നല്ല ആളല്ല. നല്ല ആളാണെങ്കിലും ചീത്തയാണെങ്കിലും തിരുമേനി അയാളെ ഒന്ന് രക്ഷിക്കണം. രക്ഷിച്ച് അവൻ കണ്ടെടുക്കുന്ന നല്ലതാ. എങ്ങനെ? കാശ് ഇഷ്ടം പോലെ കിട്ടും, പണത്തിന് ഒരു പഞ്ഞുമില്ല. എനിക്കൊരു 3 ലക്ഷം രൂപ കിട്ടും. കല്യാണം പോലും കഴിക്കാൻ തിരുമേനിക്ക് എന്തിനാ ഇത്രയും കാശ്? എന്റെ അമ്മ മരിച്ചടോ. ക്യാൻസർ പിടിച്ച് നരകിച്ച് എന്റെ അമ്മ മരിച്ചു. എനിക്ക് എന്റെ അമ്മയുടെ പേരിൽ ഒരു ഹോസ്പിറ്റൽ മദ്രാസിൽ പണിയണം. അറിയാണോ എനിക്ക്? തിരുമേനി പോട്ടെ, 3 ലക്ഷം രൂപ കിട്ടുമോ? തരാന്നേ, അവന് കണക്കൊന്നുമില്ല, ഒക്കെ ഞാനാ നോക്കുന്നേ. പണം എനിക്ക് കൃത്യസമയത്ത് തന്നെ കിട്ടണം. അതിനുള്ള ഏർപ്പാടുകൾ ചെയ്യണം. ചെയ്യാം. ഇപ്പോ ഈ കേസുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾ എന്നോട് പറയണം. പറയാം. എങ്കിൽ മാത്രമേ ഞാൻ ഈ കേസ് വാദിക്കുന്നുള്ളൂ. പറയാന്നേ. മൂകാംബിക സത്യം. സത്യം. ഒരു കാര്യം ചെയ്യാം, ആ പാട്ടങ്ങ് ഓഫ് ചെയ്യാം. ഓഫ് ചെയ്തേടാ. അമ്മേ മൂകാംബികെ. റസീൻ
എന്താ ഈ പറയുന്നത്? അയാൾക്ക് ഹാർട്ട് അറ്റാക്ക് ഒന്നുമില്ല. ഉത്തരം മുട്ടിയപ്പോ ചുമ്മാ ഗോഷ്ടി കാണിച്ചതല്ലേ? ആണോ? പിന്നല്ലാതെ. അല്ലേ പോയി നോക്ക്, കാണാം. ഇപ്പോഴെങ്ങനെയുണ്ട്? തരക്കേടില്ല. ഈ അസുഖം ആദ്യമായിട്ടാണോ അതോ കൂടെ കൂടെ വരാറുണ്ടോ? അങ്ങനൊന്നുമില്ല, ഒരത്യാവശ്യത്തിന് വരും, അത്ര തന്നെ. നമ്പൂതിരിമാർക്ക് മര്യാദ പാടില്ല എന്നുണ്ടോ? എന്നോടൊന്ന് അകത്തേക്കിരിക്കാൻ പറഞ്ഞില്ല. അത് മര്യാദകളാണെന്ന് ധരിക്കണ്ട. ഞാൻ ലേശം കഴിച്ചിട്ടുണ്ടേ. ഈ ഡ്രിങ്ക്സ് കഴിച്ചു കഴിഞ്ഞാൽ 2 കാര്യങ്ങൾ ഞാൻ ചെയ്യാറില്ല. ഒന്ന്, ഞാൻ എൻ്റെ വക്കീൽ ഫീസ് പറയാറില്ല. പിന്നെ സ്ത്രീകളോട് സംസാരിക്കാറില്ല. 2 കാര്യങ്ങളിലും നമ്മൾ പെട്ടെന്ന് അങ്ങോട്ട് ചീപ്പാവും. എന്താച്ചാ നമ്മുടെ ഉള്ളിലുള്ളതൊക്കെ ഇതങ്ങോട്ട് ചെല്ലുമ്പോൾ വെട്ടി തുറന്ന് പറയും. ഫോർ എക്സാമ്പിൾ, നിങ്ങളുടെ ആ സീനിയർ ഉണ്ടല്ലോ, ആ നല്ല മൂക്കുള്ള കുട്ടി, എനിക്ക് അവരെ ഭയങ്കര ഇഷ്ടമാണ്. ഇഷ്ടമാണോ മാത്രമല്ല, ഞാൻ ഇന്നലെയും മിനിഞ്ഞാന്നും ഒക്കെ അടിക്കടി അവരെ സ്വപ്നം കാണുക. അതങ്ങടെ തുറന്നു പറഞ്ഞാൽ നമ്മുടെ വില പോയേ. നാളെ കാണാം. ഗുഡ് നൈറ്റ്. ഇവരാണ് എന്റെ കക്ഷിയുടെ സ്വഭാവദൂഷ്യം കൊണ്ട് നശിച്ചുപോയ ഒരു സ്ത്രീയാണ് താനെന്ന് കോടതി മുമ്പാകെ പ്രോസിക്യൂട്ടർ സമ്മതിച്ചിരിക്കുകയാണ്. തനിക്കു മാത്രം അറിയാവുന്ന ജീവിത രഹസ്യങ്ങൾ ഒരു തെളിവിന്റെ പേരിൽ കോടതിയെ ബോധ്യപ്പെടുത്തി സത്യത്തെ മറയ്ക്കാൻ മാത്രമേ അതുകൊണ്ട് ഉപകരിച്ചിട്ടുള്ളൂ. ഈ കേസിന്റെ സത്യസന്ധമായിട്ടുള്ള പുരോഗതിക്ക് വേണ്ടി ഒരു സാക്ഷിയായി മൊഴി നൽകാൻ അവർ സന്മനസ് കാണിക്കണം. ഒരു പ്രോസിക്യൂട്ടർ സാക്ഷിയാകുക എന്ന് പറയുന്നത് വളരെ വിചിത്രമായ ഒരു കാര്യമാണ്. എങ്കിലും ഈ കേസിന്റെ പ്രത്യേക സാഹചര്യം കണക്കിലെടുത്ത് ഞാൻ അത് അനുവദിക്കുന്നു. ഇനി എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ സാക്ഷിമൊഴിയിൽ രേഖപ്പെടുത്താം. തയ്യാറാണോ? യുവർ ഓണർ, ഞാൻ തയ്യാറാണ്. നടപടികൾ തുടരുന്നതിനായി എന്റെ അസോസിയേറ്റ് മിസ് റസീനയെ ഞാൻ എന്റെ പ്രോസിക്യൂഷൻ ചുമതലകൾ ഏൽപ്പിക്കുന്നു. Yes, you can cross-examine her. Thank you, Your Honor. നിങ്ങൾ പത്തനംതിട്ട ടിവിയിൽ വെച്ച് എന്റെ കക്ഷിയെ കണ്ടു എന്ന് പറയുന്നത് ശരിയാണോ? അതെ. എന്തിനാണാവോ നിങ്ങൾ അവിടെ പോയത്? LLBക്ക് പഠിച്ചുകൊണ്ടിരുന്ന എനിക്ക് നിലനിൽപ്പിന് വേണ്ടി ഒരു ജോലി ആവശ്യമായിരുന്നു. ഞാൻ അപ്പോൾ അപേക്ഷിച്ചെന്ന കമ്പനിയിൽ മിസ്റ്റർ ബാലഗോപാലിന് സ്വാധീനമുണ്ടെന്ന് പറഞ്ഞറിഞ്ഞിട്ട് പോയതാണ്. ആവശ്യം നിങ്ങളുടേതായിരിക്കെ മിസ്റ്റർ ബാലഗോപാൽ നിങ്ങൾക്ക് വേണ്ടി കാർ അയച്ചു എന്ന് പറയുന്നതിലൊക്കെ അല്പം ആശയവിരുദ്ധതയുണ്ടല്ലോ. എനിക്കറിഞ്ഞൂടാ. ഞാൻ ആദ്യം അദ്ദേഹവുമായി ഫോണിലൂടെ സംസാരിച്ചപ്പോൾ ഓഫീസ് എവിടെയാണെന്ന് ചോദിച്ചു. ബുദ്ധിമുട്ടണ്ട, കാർ അയക്കാന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം ഒരു നല്ല മനുഷ്യനാണെന്ന് ഞാൻ കരുതി. അദ്ദേഹം ഇപ്പോഴും നല്ല മനുഷ്യനാണെന്നാണ് എഴുതിക്കൊള്ളൂ. എന്നിട്ട് സാർ ഓഫീസിലല്ല TBയിലാണ് വെയിറ്റ് ചെയ്യുന്നെന്ന് ബഷീർ എന്നോട് പറഞ്ഞപ്പോ പകലായതുകൊണ്ടും അദ്ദേഹം ഒരു മാന്യനായതുകൊണ്ടും എനിക്ക് ലേശം പോലും സംശയം തോന്നിയില്ല. എന്നിട്ട് TBയിൽ വെച്ച് മിസ്റ്റർ ബാലഗോപാൽ എന്നോട് നിയന്ത്രണം വിട്ട് പെരുമാറാൻ തുടങ്ങി. ഞാൻ ആവുന്നത്ര എതിർക്കാൻ ശ്രമിച്ചു. പക്ഷേ എന്നെ നശിപ്പിച്ചു. നശിപ്പിച്ചു എന്നുള്ളത് കൊണ്ട് എന്താ ഉദ്ദേശിക്കുക? നശിപ്പിച്ചു എന്നുള്ളതിന് ഇനി ഒരു പ്രത്യേക വിശദീകരണം വേണോ നമ്പൂരി? യുവർ ഓണർ, വേണം. ഒരു ഉദാഹരണം ഞാൻ പറയാം. ബ്രാഹ്മണനായ ഞാൻ കുട്ടിക്കാലത്ത് കുളിക്കാണ്ട് പൂജാമുറിയിൽ കയറിയാൽ ഞാൻ കുടുംബം നശിപ്പിച്ചു, കുലം നശിപ്പിച്ചു എന്നൊക്കെ എന്റെ അച്ഛൻ അന്നാ പറയായിരുന്നു. അതേ ഞാൻ ഇപ്പോൾ ലേശം ഡ്രിങ്ക്സ് കഴിക്കാറുണ്ട്, അത്യാവശ്യം കാളയും കഴിക്കാറുണ്ട്. പക്ഷെ ഞാൻ നശിച്ചതായിട്ട് എനിക്ക് ഇതേവരെ തോന്നിയിട്ടില്ല. അതുകൊണ്ട് നശിപ്പിച്ചു എന്നുള്ള വാക്ക് വ്യക്തമാക്കാത്തിടത്തോളം കാലം ഇംഗ്ലീഷ് വേണമെന്നില്ല, മലയാളത്തിൽ പറയുകയാവും ഭേദം. എന്താ വെച്ചാൽ ഇംഗ്ലീഷ് പദങ്ങളാവുമ്പോ അർത്ഥത്തിന് വ്യക്തത ഉണ്ടായിന്ന് വരില്ല. പറയണം, എന്താ ഉണ്ടായേ? എന്റെ ഇഷ്ടത്തിന് വിപരീതമായി ബലം പ്രയോഗിച്ച് ലൈംഗിക വീഴ്ചയ്ക്ക് വിധേയാക്കി. യുവർ ഓണർ,
ഇപ്പോ നടന്ന ക്രോസ് വിസ്താരത്തെ ആസ്പദമാക്കിയിട്ടുള്ള എന്റെ ചില അനുമാനങ്ങൾ ഞാൻ അറിയിക്കുകയാണ്. ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അവളുടെ ഏറ്റവും വലിയ ധനമെന്ന് പറയുന്നത് ചരിത്രം തന്നെയാണ്. നിയമവിരുദ്ധമായി അത് കവർന്നെടുക്കപ്പെടുന്ന നിമിഷം പിന്നെ അവൾക്ക് അഭികാമ്യം എന്ന് പറയുന്നത് മരണമാണ്. 90% ഇത്തരം കേസുകളിലും അപമാനം സഹിക്കവയ്യാതെ സ്ത്രീ കഥാപാത്രം ഒന്നുകിൽ ആത്മഹത്യ ചെയ്യുകയോ അല്ലാച്ചാൽ ആത്മഹത്യക്ക് ശ്രമിക്കുകയാണ് പതിവ്. ഈ കേസിന് ആസ്പദമായ വത്സല മരിച്ചതും ഏതാണ്ട് ഈ ചുറ്റുപാടിലാണെന്നാണ് ബഷീർ എന്ന കത്തിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. എന്നാൽ ഇവിടെ ഒരു സ്ത്രീ വർഷങ്ങൾക്ക് മുമ്പ് ജോലി വാങ്ങിച്ചു തരാമെന്ന് പറഞ്ഞിരുന്ന ആളിന്റെ ബലാത്സംഗത്തിന് വിധേയാകുകയും അന്ന് ആ ബലാത്സംഗത്തെ ഒരു ചായ കുടിക്കുന്ന ലാഘവത്തിൽ കാണുകയും പിന്നീട് ഒരു വക്കീലാകാനുള്ള യോഗം ഉണ്ടായപ്പോൾ നിയമത്തിന്റെ കുപ്പായവും അണിഞ്ഞ് അറിയാതൊരു കുറ്റകൃത്യത്തിന്റെ നിഴലിൽപ്പെട്ടുപോയ എന്റെ കക്ഷിക്കെതിരെ ഒരു സ്പെഷ്യൽ പ്രോസിക്യൂട്ടറായി പാഞ്ഞെത്തി താൻ വഷളായ ചരിത്രം തെളിവെന്ന പേരിൽ ഒരു പൈങ്കിളി കഥ പോലെ കോടതിയെ ബോധിപ്പിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അതായത് ഇത് വർഷങ്ങളായി കരുതിക്കൂട്ടി മനസ്സിൽ സൂക്ഷിച്ച വില കുറഞ്ഞ ഒരു പ്രതികാരാണ്. കേസ് ജയിക്കാൻ വേണ്ടി സ്വന്തം ചരിത്രം വരെ വിൽക്കാൻ തയ്യാറായ ഇവർ എന്താ പറയാ, ഒരു വേശ്യയേക്കാൾ നികൃഷ്ടയാണ്. മിസ്റ്റർ, നാണം കിട്ടവൻ. കോടതി ആയതുകൊണ്ടും വക്കീലായതുകൊണ്ടും എന്ത് ചെറ്റത്തിലും പറയാൻ ധരിക്കരുത്. പറയുന്ന ഭാഷയ്ക്കൊരു മാന്യത വേണം. എന്താണോ ഒന്നും മിണ്ടാത്തത്? പൊട്ടനാണോ? അമ്മേ മൂകാംബികേ, തനിക്കൊരു അമ്മയുണ്ടായിരുന്നെങ്കിൽ, ഒരു പെങ്ങളുണ്ടായിരുന്നെങ്കിൽ തന്റെ നാവ് ഈ രീതിയിൽ വളയില്ല. ബ്രാഹ്മണനാണെന്ന് കൊട്ടിക്കൊഴിച്ചുകൊണ്ട് എന്താ കാര്യം? ആ സംസ്കാരം വേണം. അവർക്ക് എന്തെങ്കിലും ബോധ്യപ്പെടുത്താൻ ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് നിങ്ങളാവാലോ. എന്തിനാണാവോ നിങ്ങളുടെ ഈ വക്കാലത്ത്? അവൾ നിങ്ങളോട് സംസാരിക്കില്ല. കാരണം ഒരു ചെറ്റെപ്പോലെ സംസാരിക്കാൻ അവൾക്ക് കഴിയില്ല. ഓ, പതാവും നിങ്ങളെ തന്നെ ഏർപ്പാടാക്കി അയച്ചെന്നുണ്ടോ? എന്താണോ പറഞ്ഞത്? അസൽ ശബ്ദമാട്ടോ നിങ്ങളെ. നിങ്ങൾ കോടതിയിൽ അവളെ വിസ്തരിച്ചത് ഒരു സാക്ഷിയായിട്ടായിരിക്കും. പക്ഷേ നിങ്ങളോട് ഉത്തരം പറഞ്ഞത് അവളുടെ മനസാക്ഷിയാ. താങ്ക് യു. കോടതിയിൽ വെച്ച് ഉണ്ട വിഴുങ്ങിയ പാരമ്പര്യ നമ്മൾ വക്കീലന്മാർക്കുള്ളതേ. പക്ഷെ ഇങ്ങനൊരു കഥ കെട്ടിച്ചമച്ച് കോടതിയിൽ എന്നെ അങ്ങ് ഒതുക്കാന്ന് നിങ്ങളുടെ സീനിയർ ധരിച്ചു വെച്ചാൽ അവരുടെ ഭാവന ഭയങ്കരം. ഭാവനയല്ലടോ, അവരുടെ ജീവിതത്തിൽ നടന്ന സംഭവങ്ങളാ അവര് കോടതി പറഞ്ഞത്. ജീവിതത്തിൽ നടന്ന സംഭവങ്ങളോ? പോടോ അവിടുന്ന്. ഒരു സ്ത്രീയെ വേദനിപ്പിക്കുക, പിന്നെ പോയി കണ്ട് സമാധാനിപ്പിക്കുക എന്നൊക്കെ പറയുന്നത് സാധാരണ സിനിമയിൽ കാണുന്ന പ്രേമത്തിന്റെ ഒരു ബിൽഡപ്പാ. ഞാൻ നിങ്ങളുടെ സഖിയെ കണ്ടിരുന്നു. അവർ പറഞ്ഞപ്പോഴാണ് സംഗതികളുടെ ഗൗരവം എനിക്ക് പിടികിട്ടിയത്. കോടതിയിൽ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ വ്യക്തിപരമായിട്ട് നിങ്ങൾക്ക് വിഷമമുണ്ടായിട്ടുണ്ടെങ്കിൽ അത് മനഃപൂർവ്വമല്ലെന്ന് വിശ്വസിക്കുക. കോടതിയിൽ നിന്ന് പുറത്തിറങ്ങി കഴിഞ്ഞാൽ പിന്നെ നാം എല്ലാവരും 6 അടി മണ്ണിന്റെ ജന്മിയാണെന്ന് വിശ്വസിക്കുന്ന കൂട്ടത്തിലാണ് ഞാനും. പിന്നെ ഈ വിദ്വേഷത്തിന് അർത്ഥമുണ്ടോ? ഒന്ന് ആലോചിച്ച് നോക്കി. പിന്നെ നിങ്ങളുടെ കഴിഞ്ഞ കാലം കേട്ടറിഞ്ഞപ്പോ തന്നെ ഉള്ളിൽ വിഷമായി. പക്ഷെ അതുകൊണ്ട് നിങ്ങളോട് അപ്രിയൊന്നും ഇല്ലട്ടോ. കോടതിയിൽ വെച്ച് കേസ് ജയിക്കാനാണെങ്കിൽ തന്നെയും നിങ്ങളെ വേശ്യെന്ന് വിളിച്ചതിൽ എനിക്ക്
നിങ്ങൾ ഇതേ ഉള്ളൂ ഒരു പരിഹാരം. അല്ലെങ്കിൽ നമ്മുടെ സംസാരം റെയിൽപാളങ്ങൾ മാതിരി നീണ്ടു നീണ്ടു പോകും. നിങ്ങളെ കണ്ടപ്പോൾ മുതൽ ഒരഭിപ്രായം, നിങ്ങളെ എനിക്കിഷ്ട, നിങ്ങളുടെ മുഖം എനിക്കിഷ്ട, നിങ്ങളുടെ ഭാഷ എനിക്കിഷ്ട, നിങ്ങളുടെ വ്യക്തിത്വം എനിക്കിഷ്ട. യുവർ ഓണർ, ഈ കേസിനെ ആസ്പദമാക്കിയിട്ടുള്ള എന്റെ വാദം ഇന്നിവിടെ അവസാനിക്കുക. ഇതുവരെ ഞാൻ നിയമത്തെ നിയമം കൊണ്ട് തോൽപ്പിക്കുകയായിരുന്നു. എന്നാൽ ഇപ്പോൾ എന്റെ ലക്ഷ്യം സത്യത്തെ പുറത്തു കൊണ്ടുവരിക എന്നുള്ളതാ. 1000 കുറ്റവാളികൾ രക്ഷപ്പെട്ടാലും ഒരു നിരപരാധി പോലും ശിക്ഷിക്കപ്പെടാൻ പാടില്ല എന്നാണല്ലോ. ആയതിലേക്ക് ഒരു സാക്ഷിയെ കൂടി ഒന്ന് വിസ്തരിക്കാനുള്ള അനുമതി ബഹുമാനപ്പെട്ട കോടതി തരണം. ജെയിംസ്, ഒന്നിങ്ങി വരിക. സത്യം പറയും. സത്യം പറയും. കള്ളം പറയില്ല. കള്ളം പറയില്ല. ദൈവസാക്ഷി. ദൈവം സാക്ഷി. മിസ്റ്റർ ജെയിംസ്, നിങ്ങൾ ബാലന്റെ ഏറ്റവും അടുത്ത സുഹൃത്താണല്ലേ? അതെ. നിങ്ങളാണ് വത്സലയുടെ മരണത്തിന് കാരണമായ ബലാത്സംഗത്തിന് ഉത്തരവാദി എന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങൾ സമ്മതിക്കുന്നുണ്ടോ? ഇല്ല, ഇത് പിന്നെ പച്ചക്കള്ളമാണ്. മുൻ പ്രസിഡന്റ് സഞ്ജീവ റെഡ്ഡിയുടെ ഇലക്ഷൻ കേസിന്റെ ഓഡിയോ ടേപ്പിലും വേണ്ട മന്ത്രി ബാലകൃഷ്ണപിള്ളയുടെ വിവാദപരമായ വളരെ പ്രസിദ്ധമായിട്ടുള്ള പ്രസംഗത്തിന് ആസ്പദമായ വീഡിയോ കാസറ്റിലും ഈ കോടതി കാണിച്ചിട്ടുള്ള വിശ്വസനീയത ഈ കേസിലും കാണിക്കും എന്നുള്ള പ്രതീക്ഷയോടെ ഞാനിത് ഹാജരാക്കുകയാണ്. എന്റെ തിരുവേനി, ഈ ജെയിംസ് ഒന്ന് മനസ്സ് വെച്ചാൽ അത് നടക്കാതിരുന്നിട്ടില്ല. നിമിഷം മുതൽ ഞാൻ ഉന്നയിട്ടതാ. ഏതിനും ഒരു സമയം ഒത്തിണങ്ങി കിട്ടണമല്ലോ. ജോലി നഷ്ടപ്പെട്ടപ്പോ ആ കൊച്ചു വന്നത് നേരെ എന്റെ അടുത്തേക്കാ. സാർ, ഈ ജോലി നഷ്ടപ്പെട്ടിട്ട് എനിക്ക് വീട്ടിലേക്ക് പോകാൻ പറ്റില്ല സാർ. എന്റെ അമ്മ എനിക്ക് ഈ ജോലി കിട്ടിയതിന്റെ പേരിൽ പലരിൽ നിന്നും കടം വാങ്ങിയിട്ടുണ്ട്. കുട്ടി വിഷമിക്കണ്ട, നിന്നെ ഞാൻ സഹായിക്കാം. എന്തു പറ്റി? ഇരാണെ പിന്നെ ലോകത്തൊക്കെ ജീവിക്കുന്നേ? ഇല്ല, ഞാൻ പോകുന്നു. ഇത് എന്റെ വീടാണ്. വന്നു കയറി നീയാ. ഇപ്പൊ നമ്മൾ രണ്ടുപേരും മാത്രമേ അറിഞ്ഞിട്ടുള്ളൂ. നിനക്ക് എന്ത് സഹായമുള്ള എന്നോട് പറഞ്ഞാൽ മതി. ഇല്ല, എന്നെ വിടൂ. ബഹളം വെച്ച് നാട്ടിക്കരുത്. ബാലം മണക്കുമായിരിക്കും, പക്ഷെ ജെയിംസ് ഒന്ന് ആഗ്രഹിച്ചാൽ നിന്റെ ഈ കണ്ണ് കണ്ട അതുപോലെ ഞാൻ ആഗ്രഹിക്കും. സ്വന്തം ചേട്ടനെ പോലെ കാണുമെന്ന് പറഞ്ഞിട്ട് ഇപ്പോഴെങ്ങനെ വിളിച്ചു? ആര് പറഞ്ഞ വിളിക്കരുതെന്ന്? ഈ കാര്യത്തിൽ എല്ലാ ചേട്ടന്മാരും ഒരുപോലെ. ഇപ്പോൾ ഈ കേട്ട ശബ്ദം നിങ്ങളുടെ തന്നെയാണെന്ന് നിങ്ങൾ സമ്മതിക്കുന്നുണ്ടോ? ആ, ശബ്ദം എന്റെയാ. വിവാദപരമായ ഈ കുറ്റകൃത്യത്തിന്റെ ഉത്തരവാദിത്വം ആരിലാണ് നിക്ഷിപ്തമെന്ന് കോടതിക്ക് പൂർണ്ണമായും സംശയാതീതമായും ബോധ്യപ്പെട്ടതിനാൽ വിധി എഴുതുന്നതിന് ഒരു നിമിഷം പോലും വൈകുന്നത് ക്രൂരതയാണ്. നിരപരാധിയായ മിസ്റ്റർ ബാലഗോപാലിനെ നിരുപാധികം വിട്ടയക്കാൻ ഈ കോടതി വിധിക്കുന്നു. സോറി. സോറി.
വളരെ നന്ദി. ഞാൻ മദ്യപാനം നിർത്തി. ഭാര്യയല്ലാതെ മറ്റൊരു സ്ത്രീ ഇനി എന്റെ ജീവിതത്തിൽ ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ നാം തമ്മിലുള്ള സൗഹൃദം ഇനി തുടരണമെന്നില്ല. എടാ കഴിവറടാ മോനെ, നിന്റെ മറ്റവനെ വിറ്റ കാശ് എന്തേലുണ്ട്? അത്ര കാശുണ്ടെങ്കിൽ എന്നെ തന്നെ വിളിച്ചോളൂ, ഞാൻ തന്നെ വരാം. നിങ്ങളെ ഞാൻ പുറത്തിറക്കാം. എന്റെ ബാധ്യത മിസ്റ്റർ ബാലഗോപാലിനോടാ. നിയമത്തിന്റെ മുന്നിൽ ബാലഗോപാൽ ഫ്രീയാ. ഇനി നിങ്ങളായി, നിങ്ങളുടെ പാടായി. ഞാൻ ഒരാളെ കൊന്നു. എന്നെ അറസ്റ്റ് ചെയ്യും. നിങ്ങളെ അടിച്ചോളൂ, എന്ത് വേണേ ചെയ്തോളൂ. ഇനി ഞാൻ അള്ളാഹൊന്നും വിളിക്കില്ല. കാരണം ഞാൻ തെറ്റ് ചെയ്തു. എത്രയോ വർഷങ്ങൾക്ക് ശേഷം ഇന്നാണ് ഡ്രിങ്ക്സിന്റെ മണമില്ലാതെ ഞാൻ എന്റെ സാറിനെ ഇങ്ങനെ നിന്നെ ഞാൻ പുറത്തിറക്കാം. താങ്ക് യു വെരി മച്ച്. എന്തായി പറഞ്ഞത്? അവൻ എന്തിനാ വെറുതെ ആശ കൊടുത്തത്? എസ്ഐയുടെ മുമ്പിൽ കുട്ടി ഏറ്റു പറഞ്ഞില്ലേ? അതുകൊണ്ട് നിങ്ങളുടെ ബുദ്ധിയും ബുദ്ധിയില്ലാത്ത എന്റെ നാവിലെ സരസ്വതിയും കൂടെ അങ്ങോട്ട് ചേർന്നാലുണ്ടല്ലോ. അമ്മേ മൂകാംബികേ.